ബാധ കൂടിയ ഭാര്യ. പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ രാജാരാമൻ, പുഷ്പ എന്ന ദമ്പതിമാരുണ്ടായിരുന്നു. പുഷ്പ വളരെ സാധുവായിരുന്നു. പക്ഷേ രാജാരാമൻ മുരടനും ക്രൂരനുമായിരുന്നു. രാജാരാമൻ പുഷ്പയെ എപ്പോഴും തല്ലുമായിരുന്നു. പുഷ്പ ഭർത്താവിന്റെ ക്രൂരത സഹിക്കവയ്യാതെ ഒരു ദിവസം ആത്മഹത്യ ചെയ്തു. മരിച്ചുപോയ പുഷ്പ പ്രേതമായി മാറി. ഭർത്താവിനെ കണ്ട് പേടിച്ചിരുന്ന പുഷ്പ പ്രേതമായി മാറിയതിനു ശേഷം ആ ഗ്രാമത്തിനടുത്തുള്ള ഒരു കാട്ടിലെ പുളിമരത്തിൽ ജീവിച്ചു വന്നു. ആ വഴിയിലൂടെ പുരുഷന്മാരാരെങ്കിലും പോവുകയാണെങ്കിൽ അവരെ അതിക്രൂരമായ മുഖത്തോടെ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് അവരെ പേടിപ്പിക്കുമായിരുന്നു. പക്ഷേ അവൾ സ്ത്രീകളെ ഒന്നും ചെയ്തിരുന്നില്ല. കാരണം സ്ത്രീകൾ എല്ലാവരും കഷ്ടപ്പെടുന്നവരാണെന്നായിരുന്നു അവളുടെ വിചാരം. ഇങ്ങനെയുള്ളപ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ആ വഴിയിലൂടെ നടന്നു വന്ന് ആ പുളിമരത്തിലടിയിലിരുന്നു. അവൾ കരയുകയായിരുന്നു. അവൾക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ പുഷ്പപ്രേതത്തിന്റെ മനസ്സലിഞ്ഞു. മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി അവളുടെ മുമ്പിൽ ചെന്ന് നിന്നു. പ്രേതത്തെ കണ്ട് പെൺകുട്ടി ഒട്ടും പേടിച്ചില്ല. എന്നെ കണ്ട് നിനക്ക് പേടി തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു പ്രേതം. എന്തായാലും ഞാൻ മരിക്കാൻ പോവുകയല്ലേ, അങ്ങനെയുള്ളപ്പോൾ നിന്നെ പോലെയുള്ള പ്രേതത്തെ കണ്ട് ഞാൻ എന്തിനു പേടിക്കണം എന്ന് ചോദിച്ചു. അല്ല, എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിനാണ് മരിക്കാൻ തീരുമാനിച്ചത്? എന്റെ പ്രശ്നങ്ങൾ ആരോട് പറഞ്ഞാലും പരിഹാരമുണ്ടാവില്ല. അല്ല, നീ എന്തിനാ മരിച്ച് പ്രേതമായി അലയുന്നത്? എന്റെ കഥ വിഷമം നിറഞ്ഞതാ. എന്റെ പേര് പുഷ്പ. ഞാൻ അടുത്തുള്ള ഗ്രാമത്തിലായിരുന്നു. എന്റെ ഭർത്താവിന്റെ പേര് രാജാരാമൻ. അവനൊരു പിശുക്കനായിരുന്നു, മോശമായവനുമായിരുന്നു. അവന്റെ ക്രൂരത സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത് ഞാൻ പ്രേതമായി മാറി. അതൊക്കെ പോട്ടെ, നിന്റെ കഥ എന്താണെന്ന് പറയൂ. എന്റെ പേര് മാലിനി. ഈ കാടിനടുത്തുള്ള ഗ്രാമമാണ് എന്റേത്. ആ ഗ്രാമത്തലവൻ ഒരു മകനുണ്ട്. അവനാണ് മധു. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ്. പക്ഷെ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. ആ ഗ്രാമത്തലവൻ ഒരു അത്യാഗ്രഹിയാ. ഞങ്ങളുടേത് പാവപ്പെട്ട കുടുംബമാ. എന്റെ അച്ഛൻ ഒരു സാധാരണ ഗുമസ്തനാ. അവര് ചോദിക്കുന്ന സ്ത്രീധനം ഞങ്ങൾക്ക് കൊടുക്കാനാവില്ല. അതുകൊണ്ടാ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് എന്ന് സംഭവിച്ചതൊക്കെ പറഞ്ഞു മാലിനി. ഇതെല്ലാം ദേഷ്യത്തോടെ കേട്ടുകൊണ്ടിരുന്നു പുഷ്പപ്രേതം. കല്യാണം കഴിച്ചതുകൊണ്ടാ ഞാൻ മരിച്ചത്. എന്റെ കഥ കേട്ടതിനു ശേഷവും നിനക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? നീ ഇത്ര വിഡ്ഢിയാണോ? ഈ ലോകത്ത് ഞാൻ കൂടുതൽ വെറുക്കുന്നത് പുരുഷന്മാരെയാ എന്ന് പറഞ്ഞു പുഷ്പ. നിന്റെ ഭർത്താവ് ക്രൂരനായതുപോലെ ഈ ലോകത്തുള്ള പുരുഷന്മാരെല്ലാവരും അങ്ങനെയല്ല, നല്ലവരുമുണ്ട്. മധു വളരെ നല്ലവനാ. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു മാലിനി. ഇത് കൂടുതൽ നിന്റെ ഇഷ്ടം. പോയി കല്യാണം കഴിച്ചോ. കല്യാണം കഴിക്കാൻ വഴിയില്ലല്ലോ. അതിന് നീ തന്നെ എന്നെ സഹായിക്കേണ്ടി വരും. മാലിനി പറഞ്ഞത് കേട്ട് പുഷ്പപ്രേതത്തിന്റെ മനസ്സലിഞ്ഞു. ശരി, നിന്റെ വിഷമം കണ്ട് എനിക്ക് നിന്നോട് സ്നേഹം തോന്നിയതുകൊണ്ട് നിന്നെ ഞാൻ സഹായിക്കാം. ഞാൻ ഇപ്പൊ തന്നെ ഗ്രാമത്തലവന്റെ ഭാര്യയുടെ ശരീരത്തിൽ കയറിയേക്കാം. ഗ്രാമത്തലവനെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ പുഷ്പപ്രേതം ഗ്രാമത്തലവന്റെ ഭാര്യയുടെ ശരീരത്തിൽ കയറി. അന്നു മുതൽ ഗ്രാമത്തലവന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം കണ്ടു തുടങ്ങി. ഭർത്താവിനെ കൊണ്ട് വീട്ടുജോലികൾ ചെയ്യിച്ചു, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, ഉറങ്ങിക്കിടക്കുമ്പോൾ കട്ടിലിൽ നിന്ന് തള്ളിയിടുക, ഉറങ്ങിക്കിടക്കുമ്പോൾ മേത്ത് കയറിയിരുന്ന് കഴുത്തിൽ പിടിച്ച് ഞെക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് ഗ്രാമത്തലവൻ വല്ലാതെ പേടിച്ചുപോയി. ഉടൻ തന്നെ ഗ്രാമത്തിൽ ബാധയൊഴിപ്പിക്കുന്ന ഒരു മാന്ത്രികനെയും വിളിച്ചുകൊണ്ടുവന്നു. ആ മാന്ത്രികൻ ഗ്രാമത്തലവന്റെ ഭാര്യയെ ഒരു കളം വരച്ച് അതിലിരുത്തി പൂജയ്ക്കുള്ള ഏർപ്പാടുകളും ചെയ്തു. ആരാണ് നീ? എന്തിനാണ് ഈ ശരീരത്തിൽ കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് വേപ്പില കൊണ്ട് അടിക്കുവാൻ തുടങ്ങി. വേദന സഹിക്കവയ്യാതെ പുഷ്പപ്രേതം ഞാൻ പറഞ്ഞേക്കാം എന്ന് സത്യം പറയുവാൻ തുടങ്ങി. ഈ ഗ്രാമത്തലവൻ കാശ് മോഹിച്ച് താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാലിനി ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ചു. അത് കണ്ട ഞാൻ അവളെ സഹായിക്കുവാൻ വേണ്ടി ഗ്രാമത്തലവന്റെ ഭാര്യയുടെ ശരീരത്തിൽ കയറിയതാണ്. ഗ്രാമത്തലവൻ മധുവിന് മാലിനിയെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഈ ശരീരം വിട്ട് പുറത്തേക്ക് പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഗ്രാമത്തലവൻ മധുവിന്റെയും മാലിനിയുടെയും കല്യാണം നടത്താമെന്ന് സമ്മതിച്ചു. അതിനുശേഷം പുഷ്പപ്രേതം ഗ്രാമത്തലവന്റെ ഭാര്യയുടെ ശരീരം വിട്ടു പോവുകയും ചെയ്തു. അതിനുശേഷം ഗ്രാമത്തലവൻ പ്രേതത്തിന് കൊടുത്ത വാക്കനുസരിച്ച് മധുവിന്റെയും മാലിനിയുടെയും കല്യാണം നടത്തുകയും ചെയ്തു.